സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ അവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ കനം കുറച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായിട്ട് പാനൊക്കെ നന്നായിട്ട് ഇന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ പീസും ഒരേപോലെ ഒന്ന് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു സ്ലോ ആയിട്ട് കുക്കായി വന്നാൽ മതി. അപ്പോൾ ഒരു സൈഡ് ഒന്ന് കളറൊക്കെ മാറിയിട്ട് ഇതുപോലെ ഒന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ 2 സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ടിത് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് സെർവ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടെ, ഞാൻ ബദാമും പിസ്താഷ്യുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മോഹൻലാൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മാത്രം. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്